ഒരു വലിയൊരു സർപ്രൈസും കൂടി ഇരിക്കുന്നുണ്ട് ആ വണ്ടിയുടെ കാര്യത്തില്. പ്രൈസിന്റെ കാര്യത്തിലാണ് ഒരു സർപ്രൈസ് ഇരിക്കുന്നത്. 2025 സ്ക്രാം 440 എക്സോസ് നോയ്സ് ഒന്ന് നമുക്ക് കേട്ടോ കേട്ടാ. എങ്ങനെയുണ്ട്, തകർത്തില്ലേ? ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ ഉള്ളത് പാർട്രാക്കിലുള്ള ടാക്സ് ബൈക്സിലാണ് കേട്ടോ. എന്താണല്ലേ, നമ്മുടെ ഈ പുറകില് 2 ഓഫ് റോഡ് കിങ്ങുകൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 2024 അത് സ്റ്റോപ്പ് ആവും, 2025 വരുമ്പോ സ്ക്രാം ഇനി വരുമോ എന്നുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു കുറെ കസ്റ്റമേഴ്സിന് അല്ലെ. അത് സമാപ്തിയായിട്ടുണ്ട്. കാരണം സ്ക്രാം 440 പുതിയ കിഡിലൻ അപ്ഡേഷനുകളായിട്ട് 2025 ലോഞ്ച് ചെയ്തേക്കാണ്. ആ ഒരു വാഹനങ്ങളുടെ വിശേഷമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കേട്ടാ. അപ്പൊ നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോകാം. പോലെ പോരേട്ടാ, 2025 സ്ക്രാം 440 വരുമ്പോ എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അവര് വാഹനം ഇറക്കിയിട്ടുള്ളത് കേട്ടോ. ഡെയിലി പർപ്പസിനായിക്കോട്ടെ, ഇനിയിപ്പോ വീക്കെൻഡ്ലി നമുക്കൊരു ട്രിപ്പിംഗ് വെക്കണം, ആ ഒരു പർപ്പസിനായിക്കോട്ടെ, ദെൻ ഓഫ് റോഡിനും നമുക്ക് അനായാസം കൊണ്ട് നടക്കാവുന്ന ഒരു വാഹനം റാം കേട്ടോ. അപ്പൊ ഇനി അവന്റെ കൂടുതൽ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം. മച്ചവരപ്പോ നമ്മുടെ സ്ക്രാം 440 കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്രാക്കിൽ ടാക്സ് ബൈക്സിലെ മാനേജർ ആയിട്ടുള്ള അലീഷ് മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. അലീഷ് മച്ചാനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അലീഷ് മച്ചാൻ നമസ്കാരം. നമസ്കാരം ചേട്ടാ, സുഖമാണ്? എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ വിശേഷം സ്ക്രാം തന്നെ 440 വന്നിട്ടുണ്ട് ഇപ്പോ. ഓക്കെ, എന്താ പറയാ, നമ്മള് 2024 അത് സ്റ്റോപ്പ് ചെയ്തു, 2025 വരുമോ എന്നുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ? അതെ അതെ, ഈ 411 എഞ്ചിൻ കംപ്ലീറ്റ്ലി ഹിമാലയന്റെ കൂടെ അതൊന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിരുന്നു. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് 2025 സ്ക്രാമില് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ അപ്ഡേഷനുകൾ? ഇതൊരു കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു വണ്ടി എന്ന് പറയാം. കാരണം വണ്ടിയുടെ ഹാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും എഞ്ചിനാണ്. അതെ അതെ, എഞ്ചിന്റെ സൈഡിൽ വലിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ക്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞത് അതൊരു കൾച്ചറാണ്. യെസ്, എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു വണ്ടി, പക്ഷെ അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ഒരു റോഡ്സ്റ്റർ നമ്മുടെ ക്ലാസിക് ഒക്കെ പോലത്തെ വണ്ടി എടുത്തിട്ട് ടയറും ഇതൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തത്. അതെ അതെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി റോയൽ എൻഫീൽഡ് കൊടുത്തൊരു ഓപ്ഷനാണ് സ്ക്രാംബ്ലർ. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ വരുമ്പോഴേക്കും ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 440 ഈ ബാഡ്ജിങ് കാണുന്ന പോലെ തന്നെ പുതിയ 440cc ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് LS 410 എന്ന് പറഞ്ഞാൽ 410cc എഞ്ചിനായിരുന്നു. ഓക്കെ, 440cc എഞ്ചിനാണ്. അത് കൂടാതെ നേരത്തെ 5 സ്പീഡ് ആയിരുന്നു, ഇപ്പൊ 6 സ്പീഡ് ഗിയർ ബോക്സ്. അപ്പൊ പവർ ഒന്നും കൂടി, അതെ അതെ, വണ്ടി ഒന്നുകൂടി സ്മൂത്ത് ആയി, ഓടിക്കാൻ കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. പക്ഷെ ആ ഒരു നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ വേണ്ടിയിട്ട് ആ ഒരു ടോർക്ക് ഫാക്ടറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഹിമാലയൻ അല്ലെങ്കിൽ നേരത്തെ സ്ക്രാമിന്റെ ആ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റിയും ആ ഒരു ക്യാരക്ടർ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ റൈഡ് ഭയങ്കര റിഫൈൻഡ് ആയി. ഓക്കെ, ഒന്നുകൂടി സ്മൂത്ത് ആയില്ലോ അല്ലെ? സ്മൂത്ത് ആയി. നമുക്കിപ്പോ ഓഫീസ് ആവശ്യങ്ങൾക്കായിട്ട് ഡെയിലി പർപ്പസിന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി ഒരു ഓഫ് റോഡ് അവന് താല്പര്യം ഉണ്ടെങ്കിൽ ഓഫ് റോഡും യൂസ് ചെയ്യാം. അതുകൂടാതെ റൈഡ്സ് കാര്യങ്ങൾ, ലോങ് റൈഡ്സ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ബെസ്റ്റ് പറ്റും. ഈ ഒരു 440 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ലഗേജ് ക്യാരിയുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ആക്സറി ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് അത് ഉണ്ടായിരുന്നില്ല. ടൂറിങ്ങിനെ കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അതൊരു ആക്സറി ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. നമുക്കിപ്പോ ഹെഡ്ലൈറ്റിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഇപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡ് വണ്ടികൾക്കെല്ലാം LED ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലും LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. LED ഹെഡ്ലൈറ്റ് തന്നെയാണ്. അതെ അതെ അതെ. ഓക്കെ, ടോട്ടലി മറ്റേ പഴയ നമുക്ക് സ്കാമിൽ നിന്ന് ഷേപ്പിലൊന്നും വലിയ വ്യത്യാസമില്ല. ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ എഞ്ചിന്റെ കാര്യം. അതേപോലെ ഇതിപ്പോ കുറച്ചുകൂടി ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ
ഫോക്കസ് ചെയ്തിട്ട് സ്വിച്ചബിൾ ABS വരുന്നത്. ബാക്ക് ABS വേണമെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈറ്റിന്റെ കാര്യത്തിൽ മാറ്റം വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ പുതിയ വണ്ടികളിൽ കാണുന്ന പോലെ തന്നെ ഒരു LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതിൽ ഇവിടെ ആറിയുടെ ഒരു ബാഡ്ജിങ്ങും കൂടി വരുന്നുണ്ട്. നമുക്ക് ടയർ നോക്കി കഴിഞ്ഞാൽ ഡ്യുവൽ പർപ്പസ് ടയറാണ് വരുന്നത് 19 ഇഞ്ചിന്റെ. നമുക്ക് റോഡിലാണെങ്കിലും ഓഫ് റോഡിലാണെങ്കിലും അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടുന്ന ടയേഴ്സ് വരുന്നത്. വണ്ടി 2 ഓപ്ഷൻ വരുന്നുണ്ട്. അലോയ് വീൽസും വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്പോക്ക് വീൽസും വരുന്നുണ്ട്. നമുക്ക് നേരത്തെ സ്പോക്ക് വീൽ മാത്രം ഉണ്ടായിരുന്നത്. ടൂറിങ്ങിന് പറ്റിയവർക്ക് ട്യൂബ്ലെസ് ടയർ വേണമെന്നുള്ളവർക്ക് അലോയ് വീലിന്റെ ഒരു ഓപ്ഷനും കൂടി കൊടുക്കുന്നുണ്ട്. ഡിസൈൻ നമുക്ക് അലോയ്സ് വരുമ്പോൾ ഒന്നും കൂടി ലുക്ക് ആണല്ലോ, ലുക്ക് എല്ലാവർക്കും അപ്പൊ ഈസി ആയിട്ട് വണ്ടി ആക്സസ് ചെയ്യാം. ഇപ്പൊ അലോയ് ഇല്ലാത്ത കൊണ്ടിട്ട് കുറെ പേര് മാറിയെന്ന് വെച്ചാൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് ഇപ്പോ കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഓഫ് റോഡ് പോകുമ്പോ എപ്പോഴും നന്നായിരിക്കാം സ്പോക്ക് വീൽസ് ആയിരിക്കും. സ്പോക്ക് വീൽസ് ലൈവ് ആയിരിക്കും, ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ വരുന്നത് കഴിഞ്ഞാൽ 300mm ഡിസ്ക് വരുന്നുണ്ട്. ലോങ് ട്രാവൽ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഒരു ഓവറോൾ ഡിസൈൻ പറയാനാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്ക്രാമിന്റെ അതേ ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് 15 ലിറ്ററിന്റെ ടാങ്ക് വരുന്നുണ്ട്, മാക്സിമം റേഞ്ച് കിട്ടാനായിട്ട് ടൂറിങ്ങിനും കാര്യത്തിനല്ല. പിന്നെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റർ സ്റ്റാൻഡ് ഇപ്പൊ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. നേരത്തെ സ്ക്രാമിന് സെന്റർ സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത് 200mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. നമുക്ക് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. സീറ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ക്രാംബ്ലറിന്റെ ടിപ്പിക്കൽ ബെഞ്ച് സീറ്റാണ് ഇതിന് വരുന്നത്. സ്പേസ് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാം. ബാക്കിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു LED ടെയിൽ ലൈറ്റ് ആണ് വരുന്നത്. ടയർ വരുന്നത് 17 ഇഞ്ചിന്റെ 120 സെഷൻ, അതും നമ്മുടെ ഗ്രിപ്പ് എക്സൽ C8ന്റെ ഡ്യുവൽ പർപ്പസ് ടയേഴ്സ് തന്നെ വരുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിലൊരു അട്രാക്ഷൻ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിച്ചബിൾ ABS വരുന്നുണ്ട്. ബാക്കിലെ ABS നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കിയിട്ടാണ് ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. മോണോഷോക്കാണ് വരുന്നത്. ലോങ് ട്രാവൽ സസ്പെൻഷൻ ആണ് ബാക്കിൽ വരുന്നത്. ലിങ്കേജ് ടൈപ്പ് മോണോഷോക്കാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ സൈലൻസർ നോക്കാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ വന്നിരുന്ന വെച്ച പോലെ അത്യാവശ്യം മുകളിലേക്ക് നല്ലൊരു സൈലൻസർ ആണ്. കാരണം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വെള്ളമോ കാര്യങ്ങളോ അല്ലെങ്കിൽ താഴത്തെ അടി തട്ടാലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് സ്ട്രാമിന്റെ. ഇവിടെ ഒരു സ്ട്രാമിന്റെ ലോഗോ ഉണ്ട്. അതേപോലെ തന്നെ സ്വിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ABSന്റെ സ്വിച്ച് വരുന്നുണ്ട്. ABS ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. സ്വിച്ചബിൾ ABS ആണ്. പിന്നെ ഇതിന്റെ സെലക്ഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിനകത്താണ്. ഇതിനുള്ളിലത്തെ സെലക്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് USB ചാർജിങ് വരുന്നുണ്ട്. ഇതിന്റെ പുറകിലായിട്ട് നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, അലീഷ് മാഷേ, നമുക്ക് സ്കാൻ 440 വരുമ്പോ എത്ര വേരിയൻസ് ആണ് വരുന്നത്? നമുക്ക് 2 വേരിയന്റിലായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ അലോയ് വീൽ ഉള്ളതിന് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയന്റാണ് വരുന്നത്. അത് കൂടാതെ ട്രയൽ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്. നമ്മുടെ സ്പോക്ക് വീലുള്ള വേരിയന്റ്. അതിപ്പോ നമുക്ക് ഇവിടെ വണ്ടിയിൽ എത്തി തുടങ്ങിയിട്ടില്ല. അതിൽ ഒരു വലിയൊരു സർപ്രൈസും കൂടി ഇരിക്കുന്നുണ്ട് ആ വണ്ടിയുടെ കാര്യത്തിൽ. പ്രൈസിന്റെ കാര്യത്തിലാണ് ഒരു സർപ്രൈസ് ഇരിക്കുന്നത്. പ്രൈസ് വരുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് സ്പോക്ക് വീലുള്ള വണ്ടിക്ക് 272 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എങ്ങനെയുണ്ട്? 272 വരുന്നുള്ളൂ. ഈ അലോയ് വീലുള്ള ഒരു മോഡലിൽ വരുന്നത് 281. ശരിക്കും ഇങ്ങനെ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഇതേപോലെ പർപ്പസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാലോ അല്ലെ? അതെ. അത് കൂടാതെ ഒന്നുകൂടി നേട്ടാൻ തയ്യാറായിക്കോ. വേറെ ഒന്നുമല്ല, ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ 2 lakh എബോവ് വണ്ടിയുടെ എക്സ്ഷോറൂം ആയി കഴിഞ്ഞാൽ എക്സ്ഷോറി ടാക്സ് വരും. അതുകൊണ്ടാണ് പല വണ്ടികൾക്കും 250 എബോവ് 260 എബോവ് പോകുന്നത്. ആ ഒരു സിനാരിയോ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്ക്രാമിന്റെ ബേസ് വേരിയന്റ് ആദ്യം ബുക്ക് ചെയ്യുന്ന 500 പേർക്ക് 1,99,000 എക്സ്ഷോറൂമിൽ, അതായത് 2,50,000 രൂപക്ക് വണ്ടി കിട്ടും. 500 പേർക്ക് നമ്മൾ വണ്ടി കൊടുക്കും. ആ ഒരു റേറ്റിൽ വണ്ടി കൊടുക്കും. അതും നോക്കിക്കഴിഞ്ഞാൽ ഒരു 22,000 രൂപ ഡിസ്കൗണ്ടിൽ എനിക്ക് ഇപ്പൊ എടുക്കാം ആദ്യത്തെ 500 പേർക്ക്. അതെ, ഈ വീഡിയോ കണ്ട വശം തന്നെ നിങ്ങൾ എന്താ പറയാ, തൃശ്ശൂരിന്നല്ല എവിടെയാണെങ്കിലും അതെ ടാക്സ് ബേസിൽ നമുക്ക് ഓൾ കേരള നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ഓൾ കേരള നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സമയം കളയണ്ട. ഇപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ്സ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം 2,50,000 രൂപക്ക് 450 cc റോയൽ എൻഫീൽഡിന്റെ സ്ക്രാം. എന്തായാലും അലീഷ് മാഷേ, ആ ഒരു പ്രൈസ് ഞെട്ടിച്ച് കളഞ്ഞോട്ടാ. അതെ, ഏത് കമ്പനി കൊടുക്കില്ലേ? ഇല്ല, അത് നമ്മൾ കേട്ടിരിക്കുക. റോയൽ എൻഫീൽഡ് മാത്രമേ കൊടുക്കുള്ളൂ. എന്തായാലും ഈ ഒരു റേറ്റിന് കേട്ടോ, നമ്മുടെ എന്താ പറയാ, ഓഫ് റോഡ് ആയിക്കോട്ടെ, ടൗൺ പർപ്പസ് ആയിക്കോട്ടെ, എന്ത് രീതിയിലുള്ള പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എന്താ പറയാ ഗജരാജൻ റോയൽ എൻഫീൽഡിന്റെ സ്ക്രാം 440 അതെന്തായാലും പൊളിച്ചിട്ടാ. അലീഷ് മാഷേ, നമ്മുടെ ഈ ഒരു വീഡിയോക്ക് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ബുക്കിംഗ് കാര്യങ്ങൾ വരട്ടെ അല്ലെ? പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ഞങ്ങൾക്ക് എത്രയും വേഗം ഈ ഒരു പ്രൈസിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ലോൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്കൊരു ലാഗിങ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇപ്പൊ ലോണ് കാര്യങ്ങളെല്ലാം 1/2 മണിക്കൂറിൽ നമുക്ക് റെഡിയാവും.
വിത്തിൻ 24 hours നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും വണ്ടി. കൊടുക്കാൻ പറ്റും. അതെ. അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സ്ക്രാം 440 വിശേഷം പറഞ്ഞു അലീഷ് മച്ചാൻ താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ നമ്പർ ഉണ്ടാവും. നിങ്ങൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ ഏതൊരു വാഹനങ്ങളും സെയിൽസ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇവിടേക്ക് വിളിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ഇവർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അലീഷ് മച്ചാൻ ഒരിക്കൽ കൂടിട്ടോ ഞെട്ടിച്ച് കളഞ്ഞുട്ടാ ഈ ഒരു റേറ്റ്. അപ്പോ താങ്ക് യു, ബൈ. പക്ഷേ ഇന്നത്തെ വിശേഷം ഹിമാലയൻ സ്ക്രാം 440 വിശേഷങ്ങളായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.